ഏത് തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് നിലമ്പൂരിൽ നടക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ മത്സരിക്കുന്ന കക്ഷികളൊക്കെയും എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഭയങ്കരമായ ശക്തമായ ഒരു പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലാകുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ കടന്നു വരാം. ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും വാക്പോരുകളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു പരിണിത ഫലമാണ്. അതൊരു സാധാരണ ട്രെൻഡ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വർഗീയ കക്ഷികൾ അത് കുറേ കാലമായിട്ട് കേരളത്തിലൊരു വിഷയം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-നെ കുറ്റപ്പെടുത്തുന്നു, UDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്നു. അത് കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവം, മതേതര നിലപാടിനോടുള്ള ഒരു കടപ്പാട്, ഒരു ബാധ്യത കേരളത്തിലെ സാധാരണ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിക്കും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉള്ളതാണ്, ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ അകത്ത് ചില വ്യതിയാനങ്ങൾ വരുന്നത് കാണുമ്പോഴാണ് പരസ്പരം ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ഞാനത് കാണുന്നത് തീർച്ചയായിട്ടും അതുപോലും സഹിക്കാൻ നമ്മുടെ മുഖ്യധാര കക്ഷികൾക്ക് കഴിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആത്യന്തികമായിട്ട് നിലമ്പൂരിലെ പോലെ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലുള്ള മത്സരമായിട്ട് മാറിയിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു. പലരും PB അൻവർ മുതൽ BJP സ്ഥാനാർത്ഥി മുതൽ ഇങ്ങോട്ട് പലരും വെല്ലുവിളിയുമായിട്ട് രംഗത്തിറങ്ങിയെങ്കിലും ആത്യന്തികമായിട്ട് കേരളത്തിലെ സാധാരണഗതിക്ക് നടക്കുന്ന പോരാട്ടം പോലെ ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണി, മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അങ്ങനെ രണ്ട് മുന്നണികൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് കോൺഗ്രസ്, ഒരു വശത്ത് CPM, രണ്ട് മുഖ്യ കക്ഷികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറിയിരിക്കുന്നു. ഇതിങ്ങനെ ചൂടുപിടിക്കുമ്പോഴത്തേക്ക് മറ്റ് കക്ഷികൾ, മറ്റ് നേതാക്കന്മാർ, മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ അപ്രസക്തരാകുന്നു. അവിടെയാണ് ഇതുപോലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് വീണ്ടും രണ്ട് കക്ഷികളും രണ്ട് മുന്നണികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.